എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാനൊരു പാട്ട് പാടിയാലോ? പാടണമെങ്കിൽ പാടാം അല്ലേ? ലാ 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 ലാ. വേണ്ട പേസാമൽ വിണ്ണോട് നാം ഇതെന്തു പോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ എങ്ങനെയാണ് ക്രിസ്മസ് ഒറ്റയ്ക്ക് ആഘോഷിക്കുന്നത് എന്ന് കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ പോകുന്നത്. ബേസിക്കലി ഐ വിൽ ബി സ്പെൻഡിങ് ദിസ് ക്രിസ്മസ് അലോൺ. സോ ചെറിയൊരു വീഡിയോ ആയിരിക്കും, അപ്പോൾ അത് കാണാം. കറൻ്റ്ലി നമ്മളിപ്പോൾ ഹൈഡൽബർഗ് ഹോഫ്ബെനോഫിലാണുള്ളത്. ഇവിടുന്ന് സ്റ്റുട്ട്ഗാർട്ട് പോയിട്ടാണ് ഞാൻ ആഘോഷിക്കുന്നത്. കാരണം സ്റ്റുട്ട്ഗാർട്ട് ഞാനൊരു റൂം എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഫ്രീ റൂമുണ്ട്. അപ്പോൾ ഇനി ഹൈഡൽബർഗിൽ നിന്ന് 2 മണിക്കൂറും കൂടിയേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഹൈഡൽബർഗ് എത്തിയിരിക്കുകയാണ്. ആ ട്രെയിനിലാണ് വന്നത്. അപ്പോൾ ഹൈഡൽബർഗ് സിറ്റി ഓഫ് സയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരു കാസലുണ്ട്. അങ്ങോട്ട് ഞാൻ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. ഏതോ ഹൈഡൽബ്രോൺ HBFലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ യാത്ര പോകുന്നത് 49 യൂറോ ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. അത് സ്റ്റുഡൻസിന് ഏകദേശം 26 യൂറോയ്ക്ക് കിട്ടും. പിന്നെ വേറൊരു ആപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് 11 യൂറോയ്ക്ക് കിട്ടും. അപ്പോൾ അതെടുത്തിട്ടാണ് നമ്മൾ പോണത്. 3 കണക്ഷൻ ഉണ്ട്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആദ്യം ഹൈഡൽബർഗ് എത്തി. ഇപ്പോൾ അതാ ഹൈൽബ്രോൺ എത്തി. ബാക്കിൽ എന്തോ ഒരു പാലൊക്കെ കാണാണ്ട്. ഇനി നമ്മൾ സ്റ്റുട്ട്ഗാർട്ട് എത്തും. ടോട്ടൽ ഏകദേശം 4 അവർ എടുക്കണമല്ലോ. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇനിയൊരു 10 മിനിറ്റിലുണ്ട്. നമുക്ക് ഇന്നെന്തോ ഭാഗ്യത്തിന് കണക്ഷൻസൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ട്. ഒരു 10 മിനിറ്റിലുണ്ട്, 7:10 അതിനൊരു 30 മിനിറ്റ് കൊണ്ട് എടുക്കുള്ളൂ. നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ 49 യൂറോ ടിക്കറ്റ് എടുത്തതുകൊണ്ട് റീജിയണൽ ട്രെയിൻസിൽ മാത്രമേ കയറാൻ പറ്റൂ. അല്ലെങ്കിൽ എക്സ്പ്രസ് ട്രെയിൻസിൽ കയറണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ വേറെ ടിക്കറ്റ് എടുക്കണം. IC ട്രെയിൻസിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ. വാവ്, ഇതാണ് നമ്മുടെ വന്ന ട്രെയിൻ. ഇനി ഈ ട്രെയിൻ തിരിച്ച് മാൻഹൈമിലേക്ക് പോവാണ്. ഗൈസ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട്. RE8 സ്റ്റുട്ട്ഗാർട്ട് HBF. നമ്മൾ സ്റ്റുട്ട്ഗാർട്ട് ഹോഫ്ബെനോഫ് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. ആദ്യം നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാനുള്ളത് വാങ്ങാം. വല്ല പിസയോ മറ്റോ ഫ്രോസൺ വാങ്ങാം. എടുക്കാന്ന് ഇങ്ങനെയാട്ടോ IC ഉണ്ടാവുക. പിന്നെ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റുട്ട്ഗാർട്ട് ഹോഫ്ബെനോഫ്. സ്റ്റുട്ട്ഗാർട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റവേ തപ്പിയിട്ടാണ് നടക്കുന്നത്. ഫ്രോസൺ പിസ്സ വാങ്ങിയിട്ട് ഹോട്ടലിൽ പോയിട്ട് ചൂടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സ്ട്രീറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സ്റ്റുട്ട്ഗാർട്ട് സ്ട്രീറ്റ്. എന്തൊക്കെയോ ക്രിസ്മസിൻ്റെ കുറേ ട്രീയും ലൈറ്റിംഗ് ഒക്കെ കാണാനുണ്ട്. കുറച്ച് വേറെ സ്ഥലത്ത് ക്രിസ്മസ് മാർക്കറ്റ് എന്തായാലും ഉണ്ടായിരിക്കും. നമ്മൾ വന്നത് REയിലും S ഒക്കെ പിടിച്ചിട്ടാണ്. ഇനി നമ്മൾ ഊബാൻ കയറാൻ പോവാണ്. അണ്ടർഗ്രൗണ്ട് ആ U12ലാണ് നമുക്ക് കയറേണ്ടത്. 7 മിനിറ്റ് ഉണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ്. ഗായ്സ്, അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുണ്ട് നമ്മുടെ ഏയൻഡോ. അപ്പം അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഷുഡ് വി ക്രോസ്? നോ, ബിക്കോസ് ഇറ്റ്സ് റെഡ്. വി ഷുഡ് വെയിറ്റ് ഫോർ ഗ്രീൻ. ഇനി നമുക്ക് ക്രോസ് ചെയ്യാം. ഗൈസ് കണ്ടോ, അപ്പം നമ്മൾ ഏയൻഡോ ഹോസ്റ്റൽസ് എത്തിയിരിക്കുകയാണ്. ഇനി ഉള്ളിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് വേഗം ലിഡിലിക്കോ എങ്ങോട്ടെങ്കിലും പോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങണം. ഇന്ന് കഴിക്കാനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. നാളെ മറ്റന്നേക്കുള്ളത്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. നമുക്ക് റിസപ്ഷനിൽ പോയിട്ട് വേഗം ചെക്ക് ഇൻ ചെയ്യാം. ഗോയിങ് ടു റൂം നമ്പർ 144. നമ്മുടെ റൂം. ലെറ്റ്സ് ഓപ്പൺ. ലൈറ്റ് ഇടാം. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. 2 ബെഡുണ്ട്, ഒരു TV ഉണ്ട്, ഒരു ബാത്റൂമുണ്ട്. പിന്നെ നമുക്കിങ്ങനെ പുറത്തുനിന്ന് നോക്കിയാൽ നല്ല വ്യൂ ഉണ്ട് അല്ലേ? സീരിയസ് ആയിട്ട് വാവ്. നമുക്ക് ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള സാധനങ്ങളൊന്ന് കാണാം. ഞാനൊരു പാക്കറ്റ് ചിപ്സ് കൊടുക്കുന്നുണ്ട്, ഒരു മിൽക്കയുടെ മിഠായി വാങ്ങിയിട്ടുണ്ട്, ഒരു എനർജി ഡ്രിങ്ക് വാങ്ങിയിട്ടുണ്ട്,
ഒരെണ്ണം കൂടി വാങ്ങിയിട്ട്, കാരണം 2 ദിവസം മുടക്കാം. പിന്നെ ഒരു പാറ്റ് കപ്പലണ്ടി വാങ്ങിയിട്ടുണ്ട്. ഇത് എന്താ ബബിൾ ഗം പല്ലേക്കാണ്ടിരിക്കാൻ. പിന്നെ ചെറിയൊരു ലെമണിൻ്റെ കേക്കും €1 സംതിങ്ങേ ഉള്ളൂ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ചോറും പോർക്ക് കറിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ കഴിക്കാം. ഇപ്പം ഞാൻ ലിഡിലെ പോയിട്ട് എന്തെങ്കിലും വാങ്ങട്ടെ. ഞാൻ ചോറും പോർക്കും കൊടുക്കുന്നുണ്ട്, അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കഴിച്ചിട്ട് ഫോണുള്ളൊന്ന് തീരുമാനിച്ചു. ഗൈസ്, ഹിയർ സ്റ്റാർട്ട്സ് അവർ ഡേ. ഇന്നാണ് അപ്പോൾ ക്രിസ്മസ് ഈവ് 24th. ജർമ്മനിയിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് 24. ഇവിടെ എന്താ ഞാൻ ഇതിലൊക്കെ നോക്കിയപ്പോൾ 25th ക്രിസ്മസ് ഡേ 1, 26th ക്രിസ്മസ് ഡേ 2. ഇവിടെ 25th 26th പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇനി പോയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കാം. ഓക്കെ, അതിന് മുമ്പ് പല്ലേച്ച് ഇതാക്കിയിട്ട് പോവാം. എന്തായാലും ഇതാണ് നമ്മുടെ കർട്ടൻ. തുറന്നുള്ള വ്യൂ എന്താണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ ഇത് തുറന്നുള്ള വ്യൂ, ജനലിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ. അവിടെ തന്നെ ആയിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ട്രാം സ്റ്റേഷൻ. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കാർഡുണ്ട്. ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. നമുക്ക് കൂപ്പൺ ഇട്ടിട്ട് എന്തായാലും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഞാൻ എല്ലാം എടുത്തിട്ട് പോയി കാണിച്ചു തരാം. ബേസിക്കലി ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഇതിൽ 3 മുട്ടയുണ്ട്, പക്ഷേ ഞാൻ 2 ഉച്ചയ്ക്ക് തിന്നാൻ വേണ്ടി എടുത്തു വയ്ക്കും. ബാക്കി ബ്രെഡ്, ബ്രോച്ചൻ, ഒരു പാൻ കേക്ക്, ഒരു ആപ്പിൾ, സലാമി, സ്ട്രോബെറി യോഗട്ട്, ഗ്രീൻ ടീ. ഇനി വിശക്കുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും പോയി കഴിക്കാം. സോ അവസാനമായിട്ടൊരു കുറച്ച് മുസ്ലിം കൂടിയും കഴിച്ചിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. ഫസ്റ്റൊക്കെ കഴിച്ചു വന്നു. അപ്പോൾ പുറത്ത് നോക്കുമ്പോൾ നല്ല മഴയാണ്. ഹോസ്റ്റൽസിലൊക്കെ ഇങ്ങനെ ഹോസ്റ്റൽ സെറ്റപ്സിലൊക്കെ വരികയാണെങ്കിൽ വെൻഡിങ് മെഷീൻ ഉണ്ടായിരിക്കും. പിന്നെ കഴിക്കാനുള്ള ഈ സാധനമല്ലേ ഇതുണ്ടായിരിക്കും, കോഫി മെഷീൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഇതുപോലെ വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കും. അതുപോലെ ചെറിയൊരു ബാർ ഉണ്ടായിരിക്കും. കുഴപ്പമില്ലാത്ത ബഡ്ജറ്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. ഡോർമെറ്ററി ഒക്കെ ആണെങ്കിൽ ഏകദേശം 14-15 യൂറോസിന് കിട്ടും മുൻപ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ. സോ 15 മിനിറ്റ്സ് ഉണ്ട് നമുക്ക് നടക്കാൻ. എന്തായാലും ഇനി 15 മിനിറ്റ്സ് ഇല്ല, 10 മിനിറ്റ്സിൽ വരും തോന്നുന്നു. നമുക്ക് നടക്കാം. എന്താണ് ട്രാം സ്റ്റേഷൻ. സോ ലെറ്റ്സ് ജസ്റ്റ് ഗോ ആൻഡ് ലുക്ക് അവിടെ എന്തുണ്ടെന്ന്. ഇങ്ങനത്തെ വണ്ടികൾ എടുത്തിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ട് പോകാം കേട്ടോ. ഇതിനെത്രയോ മണിക്കൂറിനല്ല മിനിറ്റിന് 1.25 സംതിങ് ആണ്. നമ്മളിപ്പോൾ എന്തായാലും 49 യൂറോ ടിക്കറ്റ് എടുത്തിട്ടുള്ളതുകൊണ്ട് ട്രാമിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് നോക്കൂ, അവിടെ എന്തോ ഉണ്ട്. സ്റ്റുട്ട്ഗാർട്ട് ക്രിസ്മസ് മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. വാവ്, കൊള്ളാമല്ലേ. ഇവിടെ ഒരു ബിഗ് ജയന്റ് വീലുണ്ട്, കുറേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വേറെ എന്തോ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ. ഇവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനുണ്ട്, അത് കൊള്ളാം. ഈസ് ഗിവിങ് പ്രസൻസ് ടു കിഡ്സ്. നമുക്കൊന്നും തരില്ലായിരിക്കും, പിള്ളേർക്ക് മാത്രമേ കൊടുക്കുമായിരിക്കും എന്ന് തോന്നുന്നു. അത് കൊള്ളാം. എന്തായാലും ഇരുട്ടാവുമ്പോഴാണ് വീട് അടിപൊളിയായിരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ, ജയന്റ് വീലൊക്കെ ഉണ്ട്, അത് കൊള്ളാം. ബാക്കിൽ വലിയ ഇത് വലിയ ക്രിസ്മസ് ട്രീ ഉണ്ട്. ക്രിസ്മസിൻ്റെ തലേദിവസം ആയതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. അതൊക്കെ ലൈറ്റ് ഇടുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ
അപ്പോൾ ഇവിടെ അടിപൊളി സംഭവങ്ങളുണ്ട് കേട്ടോ കാണാൻ. ബാക്കിലുള്ള ക്രിസ്മസ് പിള്ളേർക്ക് മിഠായി കൊടുക്കുന്നുണ്ട്. കൊള്ളാം. വാവ്, നല്ല ക്രിസ്മസ് ട്രീ. ബാക്കിലെന്തോ ഒരു മാളിക. കുറച്ചുകൂടി ലൈറ്റ് ഇരുട്ടുമ്പോൾ നമുക്ക് പൊളിക്കാം. അവിടെ ആളുകളൊക്കെ പതുക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാണ്. സാധാരണത്തെ അത്ര തിരക്കില്ലെങ്കിലും കൊള്ളാം. ഇവിടെ ഒരു മാനിൻ്റെ പുറത്ത് റെയിൻഡിയറിൻ്റെ അവിടെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കാറ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്താ ഒരു ആനയാണോ അത് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇവിടെ ബാക്കിലുണ്ടായിരുന്ന ബിൽഡിങ് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 4 മണിയായിട്ടുള്ള ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലൈറ്റ് ആകുമ്പോൾ നല്ല രസമുണ്ടാവും. അല്ല, ഇരുട്ടാകുമ്പോൾ നല്ല രസമുണ്ടാവും കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ്സ്. ഓ, ഈ കാറ് ഇവിടെ മെഴ്സിഡസ് ബെൻസ് മ്യൂസിയം വെച്ചിട്ടുള്ള കാറാണ്. അമ്പു കൊള്ളാം. അത് ഏത് കമ്പനി വെച്ചിട്ടുള്ള കാറാണെന്നും കൂടി നോക്കിയിട്ട് വരാം. ഓ, ബെൻസ് വെച്ചാൽ പോർഷ വിട്ടു കൊടുക്കില്ലല്ലോ. പോർഷൻ വെച്ചിട്ടുണ്ട് അവിടെ വരണം. അത് ഞാൻ അടുത്ത് പോയി കാണിച്ചു തരാം. മാർക്കറ്റൊക്കെ അപ്പോൾ ഒരുവിധം കണ്ടു. ഇനിയിപ്പോൾ തൽക്കാലം റൂമിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. 6 മിനിറ്റിൽ വണ്ടിയുണ്ട്. പോയിട്ട് എന്തെങ്കിലും തിന്നാം. കൊള്ളാം. ഇതാ നമ്മുടെ രാത്രിയിലത്തെ ഡിന്നർ കഴിക്കാം. €1 വാങ്ങിയ പിസയാണ്. അത് ഞാൻ ഇവിടുത്തെ ഗസ്റ്റ് കിച്ചണിൽ പോയിട്ട് ചൂടാക്കി അതിൻ്റെ മുകളിൽ രാവിലെ എടുത്ത മുട്ട അതിട്ടു. വെജിറ്റബിൾ പിസ ആയിരുന്നു. അതിന് നമ്മളിപ്പോൾ നോൺ വെജീകരിച്ചില്ലേ. പിന്നെ ദാ ഇത് ഒരു എനർജി ഡ്രിങ്കും കുടിച്ചേക്കാം. വൈറ്റമിൻ സി ഒക്കെ ഉള്ള ഒരു എനർജി ഡ്രിങ്കാണ്. അതും കുടിച്ചേക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പലണ്ടിയും ഒരു ഓറഞ്ചും തിന്നാം. ഗൈസ്, അപ്പം സമയം ഇപ്പോൾ ഏകദേശം രാത്രി 9:30 3 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ക്രിസ്മസ്. 3 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ക്രിസ്മസ് ആയി. അപ്പം എനിക്ക് പുറത്തേക്ക് പോകാനൊന്നും മൂടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് കിടന്ന് ഉറങ്ങിയാലോ എന്നാണ് ഉദ്ദേശിക്കണത്. പിസ്സയൊക്കെ തിന്ന് കിടന്നുറങ്ങാല്ലേ, അതായിരിക്കും നല്ലത്. എന്തായാലും നേരത്തെ ഉച്ചയ്ക്ക് പോയിട്ട് കുറേ ഇതൊക്കെ കണ്ടല്ലോ. കേക്ക് ഇന്ന് മുറിക്കണോ നാളെ മുറിക്കണോ? നാളെ മുറിക്കാം. കാരണം എൻ്റെ വയറിപ്പോൾ പിസ്സയൊക്കെ തിന്നപ്പോൾ, പിസ്സയും കപ്പലണ്ടി തിന്നപ്പോൾ വയറ് നിറഞ്ഞേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇപ്പോൾ സമയം ഡിസംബർ 25 പുലർച്ച, അല്ല രാവിലെ 1:30 മണി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ ക്രിസ്മസ് സോളോ സെലിബ്രേഷൻ കഴിഞ്ഞു. ഓക്കെ, ബൈ. സെലിബ്രേഷൻ മീൻസ് ഫുൾ ഫുഡ് അടി ആയിരുന്നു. പിന്നെ റൂമിലിരുന്ന് പടം കണ്ടു, പുറത്തേക്ക് ഇറങ്ങി വീഡിയോ എടുത്തു. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹിയർ കംസ് an end to our വേണ്ട, ഇംഗ്ലീഷ് വേണ്ട. അപ്പോൾ ടുഡേ ഈസ് ഡിസംബർ 25. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ശരി, ഞാൻ തിരിച്ചു പോവാണ്. 5 hour എടുക്കും. വന്ന പോലെ തന്നെ ഇനി തിരിച്ചു പോകണം, കണക്ഷനൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ഇറ്റ് വാസ് ഗുഡ് സ്പെൻഡിങ് അലോൺ. അപ്പോൾ ഓക്കെ, ബൈ. ദാറ്റ് ഈസ് മൈ A&O hostel. Bye. Bye guys.